നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ ഇഡി ഇന്നും ചോദ്യം ചെയ്യും. ഇന്നലെ 6 മണിക്കൂർ ചോദ്യം ചെയ്ത ഇഡി ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു. കോൺഗ്രസും AJL-ഉം യങ് ഇന്ത്യയും തമ്മിലുള്ള ഇടപാടുകളുടെ വിശദാംശങ്ങൾ അന്തരിച്ച മുൻ പാർട്ടി നേതാവ് മോത്തിലാൽ വോറയ്ക്ക് മാത്രമേ അറിയാമായിരുന്നു എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞതായി ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം ചോദ്യം ചെയ്യലിനെതിരെ ഇന്നും കോൺഗ്രസ് പ്രതിഷേധിക്കും. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, ഇന്നലെ വലിയ പ്രക്ഷോഭം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്ത പ്രതിഷേധ പരിപാടികൾ. ചോദ്യം ചെയ്യൽ ഇഡി തുടരുകയാണ്. ഇന്നത്തെ അവരുടെ ചോദ്യരീതി എങ്ങനെയായിരിക്കും? ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇഡി? രഞ്ജിത്ത്, നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധി 3-ാം ദിവസമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. 7 മണിക്കൂറോളം ആണ് കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തത്. ആദ്യ ദിവസം 3 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നും മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യലിന് തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 55ഓളം ചോദ്യങ്ങൾ ആണ് സോണിയാഗാന്ധിയോട് ചോദിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയോട് ഉന്നയിച്ചതിന് സമാനമായ ചോദ്യങ്ങൾ തന്നെയാണ് സോണിയാഗാന്ധിയോടും ചോദിക്കുന്നത് എന്നാണ് നമുക്ക് ഇഡി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ സോണിയാഗാന്ധി നൽകുന്ന മറുപടി തൃപ്തികരമല്ല എന്നുള്ളതും ആണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ യങ് ഇന്ത്യ ലിമിറ്റഡിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യം, കമ്പനിയുടെ ഡയറക്ടർ എന്ന നിലയിൽ ബോർഡ് യോഗങ്ങളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഇക്കാര്യങ്ങളിൽ ആണ് കൂടുതൽ വ്യക്തത തേടുന്നത്. എന്നാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മോത്തിലാൽ വോറയാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്നും കൂടുതൽ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നുമുള്ളതാണ് സോണിയാഗാന്ധിയുടെ മറുപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം പാർട്ടിയിലെ പ്രധാന അധികാര കേന്ദ്രമായിരുന്ന സോണിയാഗാന്ധി അറിയാതെ ഈ കമ്പനിയിൽ മറ്റ് ഇടപാടുകൾ നടക്കില്ല. അതായത് മോത്തിലാൽ വോറ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അത് സോണിയാഗാന്ധിയെ അറിയിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിൽ ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയോട് ഉന്നയിച്ചത്. ഇതേ തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് സോണിയാഗാന്ധിയോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 2 പേരിൽ നിന്നും, അതായത് രാഹുൽ ഗാന്ധിയിൽ നിന്നും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള മറുപടികൾ തൃപ്തികരവുമല്ല, വ്യക്തവുമല്ല എന്ന് തന്നെയാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒപ്പം അഭിലാഷ്, ഈ കോൺഗ്രസിന്റെ പ്രക്ഷോഭം അത് ഇന്നലെ കടുത്തതായിരുന്നു. ഇന്നും കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കാനാണോ തീരുമാനം? തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുന്നത്. ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള പ്രക്ഷോഭ പരിപാടികൾ തന്നെയാണ് ആസൂത്രണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോകുമ്പോഴടക്കം AICC ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നത്. ഇന്നും സമാനമായ സാഹചര്യം തന്നെ ആണ് ഉള്ളത്. ഇപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനം ചേർന്നുകൊണ്ടിരിക്കുന്ന സമയം ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ നോട്ടീസ് തള്ളുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. പാർലമെന്റിന് അകത്തും പുറത്തും വ്യാപകമായ പ്രതിഷേധത്തിന് തന്നെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഇന്ന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി രാവിലെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം പാർലമെന്റിൽ ചേരുകയും ചെയ്യുന്നുണ്ട്. ED വേട്ടയാടലിന് എതിരെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകണം എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അക്കാര്യങ്ങൾ ഉൾപ്പെടെ രാവിലെ ചേരുന്ന MP-മാരുടെ യോഗം ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ രാവിലെ 10 മണിക്ക് കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ അശോക് ഗെഹ്ലോട്ട് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിമർശനങ്ങൾ ഉയരുക തന്നെ ചെയ്യും. അതായത് കേന്ദ്ര സർക്കാർ സോണിയാഗാന്ധിയെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണ് എന്നത് സംബന്ധിച്ച കൂടുതൽ വിമർശനങ്ങൾ അശോക് ഗെഹ്ലോട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടാകും.
ജില്ലാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ രാജ്യവ്യാപകമായി തന്നെയാണ് ആസൂത്രണം തുടരുക അഭിലാഷ്. ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ന് MP-മാരുടെ സസ്പെൻഷൻ, വിലക്കയറ്റം, GST നിരക്ക് വർധന അടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇരുസഭകളും പ്രക്ഷുബ്ധമാകും എന്നുള്ള വിവരവുമുണ്ട്. വിലക്കയറ്റത്തെക്കുറിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച കേരളത്തിൽ നിന്നുള്ള 3 ഇടത് MP-മാർ ഉൾപ്പെടെ 19 പേരെ ഇന്നലെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ UDF MP-മാർ അടക്കം 4 പേരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. അഭിലാഷ്, അത്തരത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും MP-മാർ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. അതേസമയം ഒട്ടും പുറകോട്ട് പോകാതെ സ്പീക്കർ അടക്കം ഇടപെടുന്ന പശ്ചാത്തലമുണ്ട്. സസ്പെൻഷൻ അടക്കം ഇവർക്ക് മേൽ ചുമത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണോ സാധ്യത? രഞ്ജിത്ത്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ക്രിയാത്മകമായ ചർച്ചകൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വലിയ വിമർശനം. അതായത് ഇത്തരം വിഷയങ്ങൾ, അത് രാജ്യം നേരിടുന്ന അതിസങ്കീർണമായ വിഷയങ്ങൾ, സാധാരണക്കാരായ ആളുകൾ നേരിടുന്ന വിഷയങ്ങൾ എവിടെ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത്. അങ്ങനെ ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയാലും അവരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. മാത്രമല്ല, നമുക്കറിയാം ഈ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ കടുത്ത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. നിരവധി വാക്കുകൾ, ഏതാണ്ട് 300ഓളം വരുന്ന വാക്കുകൾക്ക് പാർലമെന്റിൽ വിലക്ക് ഏർപ്പെടുത്തി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സാധാരണ നിലയിൽ വളരെ കുറച്ചു വാക്കുകൾ അൺപാർലമെന്ററി എന്ന നിലയിലൊക്കെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. ഇതൊരു അസാധാരണ നീക്കമാണ് ഇത്തവണ നടന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതേസമയം ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ അത്രയും വാക്കുകൾ നിരോധിച്ചിട്ടില്ല, പ്രയോഗങ്ങൾ മാത്രമാണ് നിരോധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ സർക്കാരിന്റെ എല്ലാം മറുപടി. എന്തായാലും ഈ നിലയിൽ, അതായത് പാർലമെന്റ് എന്നത് ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്കുള്ള വേദി പോലും അല്ലാതെ ആകുന്നു. അവർക്കെതിരെ കടുത്ത നടപടി എടുക്കുന്നു, പ്രതിഷേധിക്കുന്നവരെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക്, അതും ഈ വർഷകാല സമ്മേളനം അവസാനിക്കുന്നതുവരെ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന തരത്തിലേക്ക് ആക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പരാതി. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉയരുക. കാരണം ഇത്തരം ജനകീയ വിഷയങ്ങൾ പാർലമെന്റിലല്ലാതെ പിന്നെ എവിടെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന ചോദ്യം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു ചില വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ റാഗിങ്, അത് കഴിഞ്ഞ 2-3 ദിവസമായി വലിയ ചർച്ചാ വിഷയമായിരുന്നു. രക്ഷിതാക്കളുടെയൊക്കെ ഇടപെടൽ, അവരുടെ പ്രതിഷേധം മന്ത്രിയോട് പോലും, ആന്റണി രാജു അവിടെ എത്തിയപ്പോൾ, സ്കൂളിലെത്തിയപ്പോൾ മന്ത്രിയോട് പോലും അവരുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ റാഗിംഗ് പരാതിയിൽ ഒരു അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടറാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. വിദ്യാഭ്യാസ മന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കുമാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. ഇന്നലെ കോട്ടൺ ഹിൽ സ്കൂളിൽ എത്തിയ DDE പരാതിക്കാരിൽ നിന്നും പ്രധാന അധ്യാപകൻ അടക്കമുള്ളവരിൽ നിന്നും വിവരശേഖരണം നടത്തിയിരുന്നു. ഇന്നലെ പ്രധാന അധ്യാപകനെതിരെ രക്ഷിതാക്കൾ തിരിയുന്ന കാഴ്ച, അവിടുത്തെ PTA അടക്കം തിരിയുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഈ പ്രധാന അധ്യാപകൻ ഈ വിഷയത്തിൽ ജാഗ്രതയോടെ ഇടപെടാത്തതാണ് ഈ വിഷയം ഇത്രയധികം വഷളാക്കിയത് എന്നാണ് PTA പരാതിപ്പെട്ടിരുന്നത്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട്. അതേസമയം കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അത് രക്ഷിതാക്കൾ തുടരും. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് രക്ഷിതാക്കൾ എത്തിയിട്ടുണ്ട്. ഏതായാലും സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധം, ആരോപണമാണ് ഇപ്പോൾ കോട്ടൺ ഹിൽ സ്കൂൾ നേരിടുന്നത്. ഇതിന്റെ നിജസ്ഥിതി നമുക്ക് അറിയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത അത് CSI ബിഷപ്പുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം ED ബിഷപ്പിന്റെ UK-യിലേക്കുള്ള യാത്ര തടഞ്ഞത് ഏറെ വാർത്തയായിരുന്നു. CSI ബിഷപ്പ് ധർമ്മരാജ് റസാലം ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകും. കാരക്കോണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട തലവരി പണക്കേസിൽ ചോദ്യം ചെയ്യലിനാണ് ED ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. CSI ദക്ഷിണ കേരള മഹാ ഇടവക സെക്രട്ടറി PP പ്രവീൺ, കാരക്കോണം മെഡിക്കൽ കോളേജ് ചെയർമാൻ ബെനറ്റ് എബ്രഹാം എന്നിവരും ഈ കേസിൽ പ്രതികളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത്. VV വിനോദ്, ഈ ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഇന്നലെ ബിഷപ്പ് അത്തരത്തിൽ UK-യിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നു. ED തടയുന്നു, പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായും കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്, ഗൗരവമായി മാറുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. രഞ്ജിത്ത്, ഇന്ന് 11 മണിയോടുകൂടി കൊച്ചി ED ഓഫീസിൽ ഹാജരാകാനാണ് ബിഷപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് തലവരിപ്പണവും വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ബിഷപ്പിനെ വിശദമായി ചോദ്യം ചെയ്യുക.
ഏതായിരുന്നാലും ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. നേരത്തെ തന്നെ ഒരു പരാതി ഉണ്ടായിരുന്നതാണ്. ഈ കാരക്കോണം മെഡിക്കൽ കോളേജിലെ തലവരിപ്പണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഒരു പരാതി ഉണ്ടായിരുന്നു. ഇത് ED അന്വേഷണം നടത്തിയിരുന്ന സംഭവമാണ്. എങ്കിൽ തന്നെ ഇടയ്ക്ക് അന്വേഷണം നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ഹൈക്കോടതിയിൽ പരാതിക്കാർ എത്തുകയായിരുന്നു. കോയമ്പത്തൂർ സ്വദേശിയായ വ്യക്തി ഉൾപ്പെടെ ഈ കേസിൽ പരാതിക്കാരായുണ്ട്. ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും EDയുടെ അന്വേഷണം പുനരാരംഭിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം ഏറെ നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായത്. വിദേശത്തേക്ക് സഭാ സമ്മേളനം, അതായത് അതിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പുറപ്പെട്ടത്. വിമാനത്താവളത്തിൽ ED ധർമ്മരാജ് റസാലത്തെ തടയുന്ന സാഹചര്യമുണ്ടായി. അതിന് തൊട്ട് മുൻപ് ദിവസം, അതായത് മിനിഞ്ഞാന്ന് 13 മണിക്കൂറോളമാണ് ധർമ്മരാജ് റസാലത്തെ തിരുവനന്തപുരത്ത് CSI ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ബിഷപ്പ് ഹൌസിൽ അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തത്. വലിയ പ്രതിഷേധമുണ്ടായി. ഈ പള്ളിയെ സംബന്ധിച്ചും, അതായത് പാളയത്തെ LMS പള്ളി സംബന്ധിച്ചും വലിയ തർക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഈ സഭയുമായി ചേരാതെ മാറി നിൽക്കുന്ന വിശ്വാസികളാണ്. സ്വാഭാവികമായും പള്ളി കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അങ്ങനെ തങ്ങൾക്ക് വിട്ടുതരണം, ഇടവകയുടെ സ്വത്താണ് എന്ന് പറയുന്ന വിശ്വാസികൾ. അതോടൊപ്പം തന്നെ ബിഷപ്പിനൊപ്പമുള്ള ആളുകൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ പള്ളി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വലിയ സംഘർഷാവസ്ഥ, ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന സമയത്ത് വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പള്ളിക്ക് പുറത്ത് ബിഷപ്പിനെ എതിർക്കുന്നവരും പള്ളിക്കുള്ളിൽ ബിഷപ്പിനോടൊപ്പം നിൽക്കുന്നവരും ചേരിതിരിഞ്ഞ് പരസ്പരം പ്രകോപനപരമായി മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം. പോലീസിന്റെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ്, കള്ളപ്പണം കേസ്, അതിനപ്പുറത്തേക്ക് സഭയെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ക്രമസമാധാന പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കള്ളപ്പണം അല്ലെങ്കിൽ തലവരിപ്പണം എന്നതിനപ്പുറത്തേക്ക് കള്ളപ്പണം വെളുപ്പിച്ചു എന്നത് ഒരു വിഷയമായി നിൽക്കുന്നുണ്ട്. കാരണം കോവിഡ് സമയത്ത് സഭ മറയാക്കി വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആക്ഷേപമാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സഭാ സെക്രട്ടറി PP പ്രവീൺ ബെനറ്റ് എബ്രഹാം, അദ്ദേഹം കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ ചെയർമാനാണ്. ഈ 2 പേര് കൂടി ഈ കേസിൽ പ്രതികളാണ്. ധർമ്മരാജ് റസാലത്തിന് പുറമെ 3 പേരെ പ്രതിയാക്കിയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ബിഷപ്പ് ഹൌസിന് പുറമെ മറ്റ് 3 ഇടങ്ങളിൽ കൂടി മിനിഞ്ഞാന്ന് പരിശോധന ഉണ്ടായിരുന്നു. വളരെ വേഗത്തിലുള്ള പരിശോധന EDയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരേ സമയം 4 കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം വിദേശത്തേക്ക് പോകാൻ പുറപ്പെട്ട ബിഷപ്പിനെ വിമാനത്താവളത്തിൽ ED ഉദ്യോഗസ്ഥർ തടഞ്ഞു. ഇന്ന് 11 മണിയോടുകൂടി കൊച്ചിയിൽ ED ഓഫീസിൽ ഹാജരാകണമെന്നാണ് ബിഷപ്പിനോട് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ബിഷപ്പിന് നിർണായക ദിവസമാണ് ഇന്ന്. കാരണം EDക്ക് മുന്നിലേക്ക് ബിഷപ്പ് എത്തുകയാണ്. ചോദ്യശരങ്ങൾ ഉണ്ടാകും. കൃത്യമായ മറുപടി ഇല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് ED കടക്കുകയും ചെയ്യും. ബിഷപ്പ് ആന്റണി കരിയലിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയാലും കുർബാന ഏകീകരണം അതിരൂപതയിൽ അനുവദിക്കില്ലെന്നാണ് ഒരു വിഭാഗം വൈദികരുടെയും വിശ്വാസികളുടെയും നിലപാട്. സിറോ മലബാർ സഭ നേതൃത്വത്തിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെ ഇരയാണ് ബിഷപ്പ് ആന്റണി കരിയിൽ എന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു. ക്രിമിനൽ കേസിൽ പ്രതിയായ കർദിനാളാണ് രാജിവെക്കേണ്ടതെന്നും കർദിനാൾ വിരുദ്ധപക്ഷം ആവശ്യപ്പെടുന്നു. വത്തിക്കാൻ പ്രതിനിധിക്ക് ബിഷപ്പ് ആന്റണി കരിയിൽ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള കത്ത് കൈമാറിയതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിലെ സ്ഥിതി സ്ഫോടനാത്മകമാണ്. മാർപ്പാപ്പ എടുക്കുന്ന ഏതു തീരുമാനത്തിനും താൻ വിധേയപ്പെടുമെന്ന് വത്തിക്കാൻ സ്ഥാനപതിയോട് ആന്റണി കരിയിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ രാജ്യസന്നദ്ധതയായി വ്യാഖ്യാനിക്കേണ്ടെന്നാണ് കരിയലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വൈദികരുടെയും വിശ്വാസികളുടെയും പക്ഷം. സഭാഭൂമി വിൽപ്പനയിലെ നഷ്ടത്തിന് പരിഹാരമുണ്ടാകും വരെ അതിരൂപതയിൽ പ്രതിഷേധം തുടരാനാണ് വിമതരുടെ തീരുമാനം. കരിയിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടാൽ പകരമെത്തുന്നയാൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് തന്നെ ആകണമെന്ന നിലപാടിലാണ് കർദിനാൾ വിരുദ്ധപക്ഷം. അല്ലെങ്കിൽ പ്രതിഷേധവും സമരവും തുടരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ഞങ്ങൾക്ക് തികച്ചും എഗൻസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകളും സംസാരവും മറുപടികളുമൊക്കെ. 10 വർഷം ആലഞ്ചേരി ഇവിടെ ഈ രൂപതയെ ഭരിച്ചിട്ട് 465 അച്ഛന്മാരിൽ 15 പേരെ അദ്ദേഹത്തിനൊപ്പം നിർത്താൻ പറ്റുള്ളൂ. മുഴുവൻ അധികാരങ്ങളും ഓഫറുകളും വെച്ചിട്ടും എന്ന് പറയുമ്പോൾ ഈ അച്ഛന്മാരൊന്നും നിൽക്കുന്നത് അധികാരങ്ങൾക്കും സ്ഥാനങ്ങൾക്കും വേണ്ടിയല്ല എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വത്തിക്കാൻ സ്ഥാനപതി കൊച്ചിയിലെത്തിയപ്പോൾ അതിരൂപതയിലെ പ്രശ്നങ്ങൾ തങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് കർദിനാൾ വിരുദ്ധപക്ഷം. അടുത്ത മാസം പകുതിയോടെയാണ്
സിറോ മലബാർ സഭ സമ്പൂർണ്ണ സിനഡ് നടക്കുന്നത്. അതിനു മുൻപ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം സംബന്ധിച്ച കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് നഗരത്തിൽ ഒരു കുടുംബത്തെ ഊരുവിലക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി സമുദായ നേതാക്കൾ. ആരെയും ഊരുവിലക്കിയിട്ടില്ലെന്നും ക്ഷേത്രത്തിന്റെ ഗേറ്റ് തകർത്ത സംഭവത്തെ തുടർന്ന് ജനറൽ ബോഡി യോഗം വരെ തൽക്കാലം മാറ്റി നിർത്തുകയാണെന്നുമാണ് നേതാക്കളുടെ വിശദീകരണം. പാലക്കാട് കുന്നത്തൂർമേട് അരുന്ധതിയാർ തെരുവിലെ ചക്ലിയ സമുദായത്തിൽപ്പെട്ട ഉണ്ണികൃഷ്ണനെയും കുടുംബത്തെയും ഊരുവിലക്കിയെന്ന പരാതിയിലാണ് സമുദായ നേതാക്കൾ വിശദീകരണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ മെയ് മാസം 22-ാം തീയതി ക്ഷേത്രം അടഞ്ഞു കൊടുക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് തകർന്നു കിടക്കുന്നതായിട്ട് നാം കണ്ടു. ഈ കണ്ടത് ആരാണ് തകർന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം അതിൻ്റെ വിവരം കിട്ടിയ സ്ഥിതിക്ക്, അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് തകർന്ന വിവരം ക്ഷേത്ര കമ്മിറ്റി അറിഞ്ഞില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അതിന് ചോദ്യം ചെയ്തില്ല? ഇത് കമ്മിറ്റിക്കാരോട് ഞങ്ങൾ ദേശക്കാരോട് പോയി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല അവർ തകർത്ത ഗേറ്റിനെ ബിൽഡിംഗ് ചെയ്തിട്ട് സാധാരണ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഗേറ്റ്. ആരെയും ഊരുവിലക്കിയിട്ടില്ലെന്ന് സമുദായാംഗമായ ബാലസുബ്രഹ്മണ്യം. നുണകളാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. പച്ചക്കള്ളം പറഞ്ഞ് അവൻ്റെ ഭാഷയിൽ തന്നെ പറയുമ്പോൾ പച്ചക്കള്ളമാണത്. ഇവർ വന്ന് ഗേറ്റ് തല്ലിപ്പൊടിച്ചതിന് ഒരു സമുദായക്കാർ ചോദിക്കില്ലേ? അത് ചോദിക്കില്ലയോ? ആ ചോദിച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ ജോലിക്ക് വരുമ്പോൾ ഇത് ഭംഗം വരുത്തിയിരിക്കുന്നത്. അടച്ചിട്ട് അമ്പലങ്ങനെ തുറക്കരുത്, അങ്ങനെ ആചാരം നശിപ്പിക്കരുത് പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ആർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തോ, എനിക്ക് അതിൻ്റെ ഉള്ളിൽ പോകണം, കരയണം, ഞാൻ ഇനിയും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് അതിനെ നശിപ്പിച്ച് ഉള്ളിൽ കയറി കൽവിളക്കുകൾ തട്ടിയിടാൻ പറഞ്ഞപ്പോൾ ഭർത്താവ് കൊണ്ടുപോയി. അങ്ങനെ ചെയ്യേണ്ട ഭർത്താവ് തടസ്സപ്പെടുത്തിയിട്ട് കൊണ്ടുപോയി. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തി കമ്മിറ്റിയിലെ മെമ്പറാണ്. അതുകൊണ്ട് മാത്രം കമ്മിറ്റിക്കാർ അതിൽ നാട്ടുകാരെ അറിയിക്കുകയോ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ജനങ്ങളിൽ അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നാൽ ഇരുകൂട്ടരെയും ഒരുമിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച വയനാട്ടിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പന്നികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പന്നികളെയാണ് ഇത്തരത്തിൽ കൊന്നൊടുക്കുന്നത്. മാനന്തവാടിയിലെ ഫാമുകളിൽ 100ഓളം പന്നികളെ ഇന്ന് കൊന്നൊടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമിന് 1 കിലോമീറ്റർ പരിധിയിലുള്ള 3 ഫാമുകളിലെ പന്നികളെയാണ് കൊന്നൊടുക്കുക. രതീഷ് വാസ്തവൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രതീഷ്, ഇതുവരെ എത്ര പന്നികളെ കൊന്നൊടുക്കി കഴിഞ്ഞു? ഇന്നും നടപടികൾ തുടരുമെന്നല്ലേ? ഇന്നത്തോടെ എല്ലാം പൂർത്തിയാകുമോ? തീർച്ചയായും രഞ്ജിത്ത്, ആദ്യം പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത തവിഞ്ഞാൽ പഞ്ചായത്തിലെ 350 പന്നികളെ ഉന്മൂലനം ചെയ്യുന്ന നടപടി തിങ്കളാഴ്ച രാത്രിയോടെ പൂർത്തിയായിരുന്നു. അതിനുശേഷം RRT ടീം ക്വാറന്റൈനിൽ പോയിരുന്നു. 24 മണിക്കൂർ ശേഷമുള്ള ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞ ശേഷമാണ് ഇന്ന് രാവിലെ ഈ ഹ്യൂമൻ കള്ളിംഗ് തുടരുന്നത്. ഇന്ന് മാനന്തവാടി നഗരസഭയിൽ ഈ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത ഫാമിന്റെ 1 കിലോമീറ്റർ പരിധിയിലുള്ള 3 ഫാമുകളിലെ 100ഓളം പന്നികളെയായിരിക്കും ഇന്ന് കള്ളിങ്ങിന് വിധേയമാക്കുക. രാവിലെ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ 10 മണിയോടെ തന്നെ ആരംഭിക്കുമെന്നാണ് വെറ്ററിനറി ഡോക്ടർമാരുടെ ഒരു സംഘം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാത്രിയോടെ തന്നെ ഈ 100ഓളം പന്നികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഹ്യൂമൻ കള്ളിങ് ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയാകുമെന്നും അതിനുശേഷം ഈ ആളുകൾക്കുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ നടത്തും. ഈ കർഷകർക്കുള്ള നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടെ അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. എന്തായാലും മനുഷ്യരിലേക്ക് ഇത് പടരില്ല എന്ന ആശങ്ക ഇല്ലാതിരിക്കുമ്പോഴും ഈ പന്നി കർഷകർക്കുള്ള വലിയ തരത്തിലുള്ള ആഘാതം, അവരുടെ കൃഷിയും അതുപോലത്തെ ഈ ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാലത്തേക്ക് നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടപരിഹാരവും മറ്റ് ഉപജീവനവും ഇനി ഈ കൃഷി പുനരുജ്ജീവിക്കാനുള്ള മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ അടിയന്തരമായി നൽകണമെന്ന ജനപ്രതിനിധികളുടെ ആവശ്യവും സർക്കാരിലേക്ക് നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് പൂർത്തിയാവും ഈ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ച ഫാമുകളിലെ അവസാനത്തെ ഈ ഒരു ഫാമിന് ചുറ്റുപാടുമുള്ള 1 കിലോമീറ്റർ പരിധിയിലുള്ള ഈ ഫാമുകളിലെ പന്നികളെ കള്ളിങ് ഇന്ന് പൂർത്തിയാവുമെന്നാണ് അറിയുന്നത്. ഇന്ന് രാത്രിയോടെ അത് പൂർത്തിയാവുകയും മറ്റ് ബോധവൽക്കരണ പരിപാടികളിലേക്ക് RRT ടീമും മറ്റു സംഘവും കടക്കുമെന്നുമാണ് ഇപ്പോൾ അറിയുന്നത്. ശരി, രതീഷ് വാസ്തവൻ വിവരങ്ങൾ പങ്കുവച്ചു. മലയാള സിനിമയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട് ഫിലിം ചേംബറിന് ഇന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് നോട്ടീസ് നൽകും. കരാർ ലംഘനം നടത്തുന്ന നിർമ്മാതാക്കളെയും താരങ്ങളെയും വിലക്കാൻ തിയേറ്റർ ഉടമകൾ തീരുമാനിച്ചിരുന്നു. ഓണത്തിന് റിലീസ് ചെയ്യുന്ന സിനിമകൾ മുതലാകും തീരുമാനം ബാധകമാവുക. തിയേറ്റർ റിലീസിന് 42 ദിവസം കഴിഞ്ഞ് മാത്രം സിനിമയുടെ OTT റിലീസ് എന്നാണ് നിലവിലുള്ള വ്യവസ്ഥ. ഇതിൽ ഫിയോക് മാറ്റം വരുത്തി. തിയേറ്റർ റിലീസ് ചെയ്ത് 56 ദിവസം കഴിഞ്ഞ് സിനിമകൾ OTTക്ക് നൽകാവൂ.
തിയേറ്റർ റിലീസ് തീരുമാനിച്ച് ചേംബറിൽ സിനിമ രജിസ്റ്റർ ചെയ്ത ശേഷം OTTക്ക് നൽകിയാൽ സിനിമയുടെ നിർമ്മാതാവിന്റെയും താരങ്ങളുടെയും സിനിമകൾക്ക് വിലക്ക് ഏർപ്പെടുത്തും. ചേംബർ അംഗീകരിച്ച ഈ 42 ഡേയ്സ് എന്നുള്ള ആ പീരീഡിനകത്ത് ഇല്ലെങ്കിൽ ആ പീരീഡിന് മുമ്പ് ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലംഘിക്കുന്ന നിർമ്മാണ കമ്പനികളുടെ ഒരു ചിത്രവും തിയേറ്ററിലേക്ക് വേണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം. സിനിമകൾ നേരിട്ട് OTTക്ക് വിൽക്കുന്നവരെ തീരുമാനം ബാധിക്കില്ല. ഫിയോക്കിന്റെ തീരുമാനം ഇന്ന് ഫിലിം ചേംബറിനെ നോട്ടീസിലൂടെ അറിയിക്കും. ചേംബറാണ് അന്തിമ തീരുമാനം എടുക്കുക. OTTക്ക് വേണ്ടിയാണ് നിർമ്മാതാക്കൾ സിനിമ എടുക്കുന്നതെന്നും ഭൂരിഭാഗം സിനിമകളും ഉള്ളടക്കമില്ലാത്തവയാണെന്നും തിയേറ്റർ ഉടമകൾ വിമർശിച്ചു. GSTക്കൊപ്പം വിനോദ നികുതിയും കൊടുക്കേണ്ടി വരുന്നു. വൈദ്യുതി നിരക്കും കൂട്ടി. സർക്കാർ നികുതി കുറയ്ക്കണമെന്നും ഫിയോക് ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കൊച്ചി. ഓഗസ്റ്റ് 20 തെരഞ്ഞെടുപ്പ് നടക്കുന്ന മട്ടന്നൂർ നഗരസഭയിൽ 11 പ്രശ്നബാധിത ബൂത്തുകളുള്ളതായാണ് പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുള്ളത്. എല്ലാ ബൂത്തിലും വെബ്കാസ്റ്റിംഗിനും വീഡിയോഗ്രാഫിക്കും സംവിധാനമൊരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പരാതികൾ പരിശോധിക്കുന്നതിന് മോണിറ്ററിംഗ് സെല്ലും രൂപീകരിച്ചു. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓഗസ്റ്റ് 20 11 പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷയൊരുക്കും. തെരഞ്ഞെടുപ്പ് പരാതികൾ പരിശോധിക്കുന്നതിന് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് സെൽ രൂപീകരിച്ചു. ADM, ജില്ലാ പോലീസ് മേധാവി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളാണ്. പൊതുനിരീക്ഷകയായി IFS ഉദ്യോഗസ്ഥ R. കീർത്തിയെ ചുമതലപ്പെടുത്തി. സ്ഥാനാർത്ഥികളുടെ ചിലവ് നിരീക്ഷിക്കുന്നതിനായി ധനകാര്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിമാരായ സുരേഷ് കുമാർ S, PV ജയൻ എന്നിവരെയും ചുമതലപ്പെടുത്തി. അനധികൃത പരസ്യ പ്രചാരണങ്ങൾ നിരീക്ഷിച്ച് ആവശ്യമായ നടപടികളെടുക്കാൻ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡും രൂപീകരിക്കും. ക്രമസമാധാന പാലനത്തിന് നഗരസഭാ പരിധിയിൽ ആവശ്യമായ പോലീസ് വിന്യാസം ഉണ്ടാകും. ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. കോവിഡ് വ്യാപനം തുടരുന്നുണ്ടെങ്കിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ്. ന്യൂസ് 18 കണ്ണൂർ. 2 ഏക്കറിന് മുകളിൽ റബ്ബർ കൃഷിയുള്ളവർക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകുന്നത് സർക്കാർ നിർത്തലാക്കി. 9622 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പഞ്ചായത്ത് ഡയറക്ടർ ഉത്തരവിട്ടു. നേരത്തെ 5 ഏക്കർ വരെ റബ്ബർ കൃഷിയുള്ളവർക്ക് സാമൂഹ്യ പെൻഷൻ നൽകിയിരുന്നു. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകുന്ന വിവിധതരം പെൻഷനുകളിൽ നിന്നാണ് 9622 പേരെ ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. റബ്ബർ സബ്സിഡി ലഭിക്കുന്നവരെയാണ് അനർഹർ എന്ന് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ 5 ഏക്കറോളം ഭൂമിയുള്ള 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വിവിധതരം പെൻഷനുകൾക്ക് അർഹതയുണ്ടായിരുന്നു. ഇതാണ് 2 ഏക്കറായി വെട്ടിച്ചുരുക്കിയത്. സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധവുമായി റബ്ബർ കർഷകർ രംഗത്ത് വന്നിട്ടുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കർഷകരെ വീണ്ടും കടക്കണിയിലേക്കാക്കാൻ ഉള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കർഷകർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കർഷകരോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മനോഭാവമാണ് ഇതിലൂടെ തെളിവാകുന്നത്. ഇത് ഒരു കാരണവശാലും അനുവദിക്കപ്പെടാവുന്നതല്ല. അനർഹരെ 1 മാസത്തെ നോട്ടീസ് കാലാവധി നൽകി പട്ടികയിൽ നിന്ന് പുറത്താക്കാനാണ് തീരുമാനം. ഇവരെ പുറത്താക്കിയ ശേഷം പുതിയ പട്ടിക നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മലയോര മേഖലകളിലുള്ള സാധാരണക്കാരായ കർഷകർക്ക് തിരിച്ചടിയുണ്ടാകുന്ന തീരുമാനമാണ് ഇതെന്നാണ് കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് 18 കോട്ടയം. കാലാവസ്ഥാ വ്യതിയാനം മലയോര മേഖലയിലെ റബ്ബർ കൃഷിക്ക് പ്രതിസന്ധിയാകുന്നതായി കർഷകർ. മഴക്കാലത്തിനിടയിലുണ്ടായ ശക്തമായ വെയിലിൽ ഇല കൊഴിഞ്ഞ് മരത്തിന്റെ ചില്ലകൾ ഉണങ്ങുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ ചില മാസങ്ങളായി റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ലഭിച്ചു തുടങ്ങിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള റബ്ബർ മാർക്കറ്റിലെ മുന്നേറ്റം റബ്ബർ കർഷകർക്ക് വലിയ പ്രതീക്ഷയും നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം ഇടുക്കിയിലെ കർഷകർക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. മഴ ശക്തമായി തുടർന്ന ശേഷം കഴിഞ്ഞ ഒരാഴ്ചയായി കടുത്ത വെയിൽ തെളിഞ്ഞതോടെ റബ്ബർ മരത്തിന്റെ ഇലകൾ കൊഴിയുകയും ചില്ലകൾ ഉണങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കർഷകർ ആശങ്ക മുന്നോട്ട് വയ്ക്കുന്നത്. റബ്ബർ കർഷകർക്ക് ഈ മഴക്കാലത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ദുരിതം വെച്ചാൽ അകാലമായ ഇലപൊഴിച്ചിലാണ്. അതായത് അമിതമായിട്ടുള്ള മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ റബ്ബറിൻ്റെ ഇല മുഴുവൻ പനിച്ച് പഴുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വർഷത്തെ കംപ്ലീറ്റ് ആദായം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ റബ്ബർ നിന്ന് അതിൻ്റെ കമ്പുകൾ ഉണങ്ങിപ്പോകാനല്ലാണ്ട് ആ റബ്ബറിൽ നിന്നൊരു ആദായം നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. ഹൈറേഞ്ച് മേഖലയിലെ വലിയൊരു വിഭാഗം കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് റബ്ബർ കൃഷി. എന്നാൽ അധിക വേനൽ മഴയും പിന്നാലെ എത്തിയ കാലവർഷവും തുടർന്ന് ഇപ്പോൾ കടുത്ത വെയിലും തുടരുന്നത് റബ്ബർ മരങ്ങളുടെ പ്രതിരോധശേഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. കൃഷിവകുപ്പും സർക്കാരും ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഹൈറേഞ്ചിലെ റബ്ബർ കർഷകരുടെ ആവശ്യം.
ന്യൂസ് 18 ഇടുക്കി. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തുടരുന്നു. തിരുവനന്തപുരം കിളിമാനൂരിലെ കെട്ടിടമുലയുന്നതിൽ ആശയക്കുഴപ്പത്തിലാണ് നാട്ടുകാർ. കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1-ാം നിലയിലെ കാഴ്ചയാണ് നാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നത്. കിളിമാനൂർ ഗവൺമെന്റ് HSSലെ ഈ കെട്ടിടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടെ നിന്ന് നോക്കിയ ഈ കെട്ടിടത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷേ കുഴപ്പം മൊത്തം മുകളിലാണ്. എന്താണ് കുഴപ്പമെന്നല്ലേ? ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ മാത്രം ഈ കെട്ടിടത്തിന്റെ ആ ഉലച്ചിൽ കാണാം. കെട്ടിടത്തിന്റെ താഴത്തെ നിലയ്ക്ക് 18 വർഷവും മുകളിലത്തെ നിലയ്ക്ക് 16 വർഷവും പഴക്കമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം 1-ാം നിലയിൽ നിന്ന് ചിലരാണ് കെട്ടിടം ഉലയുന്നത് കണ്ടുപിടിച്ചത്. കെട്ടിടത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ താഴെ നിന്ന് നോക്കിയാൽ ഉലച്ചിൽ കാണാനാകില്ല. പഞ്ചായത്ത് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയതിനു പിന്നാലെ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. ആരും പ്രവേശിക്കാതിരിക്കാൻ കയറുകെട്ടി അടച്ചിരിക്കുകയാണിപ്പോൾ. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ശ്രദ്ധയപ്പെട്ടത്. ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് മേൽക്കൂര ചെറുതായിട്ട് ചലിക്കുന്നതായിട്ടാണ് ശ്രദ്ധയപ്പെട്ടത്. കുട്ടികളും അധ്യാപകരുമാണത് കണ്ടെത്തിയത്. അതിനെ തുടർന്ന് കുട്ടികളെ അവിടെ നിന്ന് മാറ്റുകയുണ്ടായി. ഒരു 2004 ഈ കെട്ടിടം ആദ്യ നില പണി കഴിപ്പിച്ചത്. SSA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചൊരു കെട്ടിടമാണ്. 2011-12 അധ്യയന വർഷത്തിലാണ് ഇതിന്റെ 2ാമത്തെ നില പണി കഴിപ്പിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ അടിത്തട്ടിലെ ബലക്ഷയമാകാം ഉലച്ചിലിന് കാരണമെന്നാണ് നിഗമനം. ഏതായാലും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്നതോടെ ആശയക്കുഴപ്പത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. സി വിനോദിനൊപ്പം SS ശരൺ, ന്യൂസ് 18 തിരുവനന്തപുരം. കടലോളം കണ്ണീർ. ഒരിടത്ത് ഭയാനകമായ അവസ്ഥയിൽ കടൽ എടുക്കുമ്പോൾ മറ്റൊരിടത്ത് വലിയ തോതിൽ മണൽത്തട്ട് രൂപപ്പെടുന്നു എന്നതാണ് തിരുവനന്തപുരത്തെ തീരമേഖലകളിലെ പുതിയ പ്രതിഭാസം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണമാണ് ഇതിനിടവക്കുന്നത് എന്ന് മത്സ്യത്തൊഴിലാളികളും പരിസ്ഥിതി പ്രവർത്തകരും വാദിക്കുന്നു. കാലാവസ്ഥാ മാറ്റം മൂലമുള്ള സ്വാഭാവിക പ്രതിഭാസമെന്നാണ് മറുവാദം. വിഴിഞ്ഞം തുറമുഖം മുതൽ പൂന്തുറ, വലിയതുറ, ശംഖുമുഖമടങ്ങിയ മേഖലകളുടെ അവസ്ഥയാണിത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 100 മീറ്ററോളം തീരം കടലെടുത്തുപോയി. എനിക്ക് പിന്നിലായി ആ കാണുന്നതാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നടക്കുന്ന ഇടം. അവിടെ മുതൽ ഇവിടെ അടിമലത്തുറ തൊട്ട് തമിഴ്നാട് അതിർത്തി വരെ നീളുന്ന തീരമേഖലകളിൽ പുതിയതായി വലിയ തരത്തിൽ തീരം രൂപപ്പെടുന്നു എന്നതാണ് പുതിയ പ്രതിഭാസം. അടിമലത്തുറ മുതൽ തമിഴ്നാട് അതിർത്തി വരെ നീളുന്ന കേരള തീരത്ത് വിശാലമായ മണൽപ്പരപ്പ് രൂപപ്പെട്ടു കഴിഞ്ഞു. ഈ തുറമുഖം വന്നതിന് ശേഷം കിഴക്ക് ഭാഗം എടുത്തു കഴിഞ്ഞാൽ അടിമലത്തുറ, പുല്ലുവിള, പള്ളം, പുതിയതുറ, കൊച്ചുതുറ, കരിങ്കുളം, പൂവാറ് വരെയുള്ള ഗ്രാമങ്ങൾ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിന്റെ അതിർത്തിയായി അവിടെ വരെ തീരം വച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിഷ്വല് കാണുമ്പോൾ തന്നെ അറിയാം തീരം എന്തുമാത്രം ഈ ഭാഗങ്ങളിലുണ്ടെന്നും ആ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് എന്തുമാത്രം തീരം നഷ്ടപ്പെട്ട് വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ആരംഭിച്ചതിനു ശേഷമുള്ള പാരിസ്ഥിതിക ആഘാതമാണിതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്.
ഒരു വശത്ത് തീരം പോയി, വേറൊരു വശത്ത് തീരം വെക്കുന്നു. അപ്പം ഇത് വലിയ പ്രശ്നമാണ്. ഇനി കേരളത്തിൽ ഇങ്ങനെയുള്ള നിർമ്മിതികൾ വളരെ സൂക്ഷിച്ച് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ എന്ന ആ റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ അതാണ്. പക്ഷെ ഇത് ശാസ്ത്രീയമായ ഒരു വസ്തുതയാണ്. വിഴിഞ്ഞത്തെ പുലിമുട്ട് നിർമ്മാണം കടലിന്റെ സ്വാഭാവിക രീതിയിൽ പോലും മാറ്റമുണ്ടാക്കിയെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. എന്നാൽ ഈ വാദത്തിന് ശാസ്ത്രീയ അടിത്തറയില്ലെന്ന് മറുവാദവുമുണ്ട്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ ഒരു ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നാണ് എൻ്റെ നിഗമനം. ഇപ്പോൾ 2012, 2013, 2014, 2015, 16, 17 കാലഘട്ടത്തിലെ റിമോട്ട് സെൻസിങ് പിന്നീട് ഇമേജസ് ഉണ്ട് നമുക്ക് കോസ്റ്റിൻ്റെ. ആ ഇമേജസ് പരിശോധിക്കുമ്പോൾ അതിൽ പ്രകടമായ വ്യത്യാസം നമ്മൾ കാണുന്നില്ല ഈ സയന്റിഫിക് കമ്മ്യൂണിറ്റി. അപ്പോൾ അതിൽ പ്രകടമായ വ്യത്യാസം കണ്ടാൽ മാത്രമേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ ഈ കൺസ്ട്രക്ഷൻ ഇവിടെ വന്നതുകൊണ്ട് അമിതമായ തീരശോഷണം നമ്മുടെ തിരുവനന്തപുരം മേഖലയിൽ സംഭവിച്ചു എന്ന് പറയാനൊക്കെ ഉള്ളൂ. തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയ പഠനം ഇനിയും നടത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികളും ലത്തീൻ രൂപതയും വാദിക്കുന്നത്. നിരവധി വീടുകൾ കടലെടുത്തിട്ടും സർക്കാർ സംവിധാനങ്ങൾ തീരത്തെ ഭയാനകമായ അവസ്ഥ അംഗീകരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഈ ഗവൺമെന്റ് ഈ വിഴിഞ്ഞത്ത് ഈ തുറമുഖം നിർമ്മിക്കുന്നത് കൊണ്ടാണ് ഈ വലിയ തുറയിലെ നൂറുകണക്കിന് ആളുകളുടെ വീടുകൾ പോയതൊന്നും ഇതുവരെ സമ്മതിക്കുന്നില്ല. അദാനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ അദാനി ഈ പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രശ്നം ഗ്രീൻ ട്രൈബ്യൂണലിലും പരിസ്ഥിതി മന്ത്രാലയത്തിലും ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പോൾ അവരുടെ കേരള ഗവൺമെന്റിന്റെ വാദം മുഴുവൻ ഇത് ഇങ്ങനെ സംഭവിക്കില്ല. കാരണം സംഭവിക്കുമെന്ന് സമ്മതിച്ചാൽ ഈ പദ്ധതി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് അവർ ഇത് തമ്മിലുള്ള ബന്ധം അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറാകുന്നത്. തീരം കടലെടുക്കുന്നതിന് കാരണം തുറമുഖ നിർമ്മാണമാണെന്നും അല്ലെന്നും രണ്ടു വാദങ്ങളുണ്ട്. അതെന്തു തന്നെയായാലും തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ ഉണ്ടാകുന്ന ഈ അസാധാരണ സാഹചര്യം പ്രത്യേകമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. വിഴിഞ്ഞത്ത് നിന്നും ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം TG സജിത്, ന്യൂസ് 8. ജപ്പാനിലെ കിനാവയിൽ ആഗസ്റ്റ് 1 മുതൽ 8 വരെ നടക്കുന്ന ലോക കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനായുള്ള കഠിന പരിശ്രമത്തിലാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള 2 പെൺകുട്ടികൾ. സീനിയർ വുമൺ, ജൂനിയർ വുമൺ വിഭാഗങ്ങളിലാണ് ക്രിസ്റ്റീന ഷാജിയും സി ബാഷിയും മത്സരിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന ഇന്ത്യൻ ടീമിനെ ദേശീയ ടീമിന്റെ പരിശീലകനായി VA നസീർ നയിക്കും. പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ആസ് യു ഓൾ നോ നമ്മൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് പോവാണ്. വളരെ എക്സൈറ്റഡ് ആണ്. ഒരു സർപ്രൈസിങ് ന്യൂസ് ആയിരുന്നു. പക്ഷെ ഒരു പാസ്റ്റ് 3 months ആയിട്ട് നല്ല മെറ്റിക്കുലസ് ആയിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കോൺഫിഡന്റ് ആണ്. ഹോപ്പ്ഫുള്ളി എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മെഡൽ പ്രതീക്ഷിക്കാം. എന്താണ് ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഒരു പ്രത്യേകത? എന്താണ് ഈ ചാമ്പ്യൻഷിപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ അട്രാക്ഷൻ എന്ന് വരുന്നത് നമ്മുടെ മാർഷൽ ആർട്ട് ഐലൻഡ്, അതായത് ബർത്ത് പ്ലേസ് ഓഫ് കരാട്ടെ എന്നൊക്കെ പറയുന്ന ഒക്കിനാവ ജപ്പാനിലാണ് ഇത് നടക്കുന്നത്. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. എല്ലാം 4 വർഷം കൂടുമ്പോഴേ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നമ്മൾ നടത്താറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ജൂനിയർ കാറ്റഗറിയിൽ ഞാനും സീനിയർ കാറ്റഗറിയിൽ ക്രിസ്റ്റീനയുമാണ് പോകുന്നത്. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. എന്താണ് ഇപ്പോൾ പഠിക്കുന്നത്? എത്ര നാളായി ഇത് അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്? കരാട്ടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ഓൾമോസ്റ്റ് ഒരു 7 years ആയിട്ടുണ്ട്. കരാട്ടേനോട് റിയൽ ആയിട്ടൊരു പാഷൻ, ഒരു ഡെഡിക്കേഷനൊക്കെ നമ്മുടെ സർ സെൻസൈനെ കണ്ട് ഞങ്ങളൊരു ഡ്രീം വളർത്തിയെടുക്കുകയായിരുന്നു ഗ്രാജുവലി. പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ്സോ ഒരു പാഷനോ അല്ലല്ലോ. അങ്ങനെ സ്ലോലി ഒരു ലോങ് ജേർണി ആയിരുന്നു. അതിവിടം വരെയൊക്കെ എത്തി നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇത്രയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം.
എങ്ങനെയാണ് പ്രാക്ടീസ്? എത്ര മണിക്കൂർ ദിവസം ചെലവഴിക്കും? പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു പാസ്റ്റ് 3 months ആയിട്ട് ഇതിനു വേണ്ടി കുറേ വർഷങ്ങൾ മുമ്പ് തൊട്ടേ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു പാർട്ടിസിപ്പേഷൻ്റെ ന്യൂസ് അറിഞ്ഞതിന് ശേഷം ഒരു 3 months മോർണിംഗ് 7 തൊട്ട് രാത്രി ഒരു 9:30 വരെ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു പ്രാക്ടീസ്. അതിന് മെയിൻ എഫേർട്ടും ടൈമും ഒക്കെ ഇട്ടേക്കുന്നത് ഞങ്ങളുടെ 2 ട്രെയിനേഴ്സ്, നമ്മുടെ നസീർ സെൻസായി അലോട്ട് ചെയ്തിരുന്ന ഞങ്ങളുടെ 2 ട്രെയിനേഴ്സാണ്, സെൻസായി വിജോഷ്, സെൻസായി ഗോപി. ഇവർ രണ്ടിനും അവർ ഓൾറെഡി വർക്കിംഗ് ആണ്. അവരുടെ ആ ഒരു വർക്കിംഗ് ടൈം മാറ്റി വെച്ച് ഞങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് എല്ലാ ദിവസവും ഓരോരോ ക്രിയേറ്റീവ് മെത്തേഡ്സ്, ഇതിപ്പം നമ്മൾ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ ചെയ്യുമ്പോൾ ഇവർ തലേ ദിവസം തന്നെ ഇതെല്ലാം പ്ലാൻ ആക്കി വെച്ച് നമുക്ക് വേണ്ടി ഇവിടെ വന്ന് ഒരു ക്രിയേറ്റീവ് ബേസിലൂടെ ഞങ്ങൾ പഠിച്ചത്. ഇതിലൂടെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഞങ്ങൾ എന്തായിരുന്നോ അതിൽ നിന്ന് വളരെയധികം ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഒരു ട്രെയിനിങ് പീരീഡ് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതും നമ്മുടെ ഇത്രയും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ട്രെയിനിങ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 months ആയി വരുന്നു. എവറി ഡേ ഉണ്ടാവാറുണ്ട്. എന്താണ് എയിം? എന്താണ് എൻ്റെ എയിം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് എയിം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ സമ്മാനിക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും. ബാക്കി സ്പോർട്സ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എക്സ്ട്രാ കരിക്കുലർ അത്യാവശ്യം ആക്റ്റീവാണ്. ഞാനൊരു ഫുട്ബോൾ ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട്. പിന്നെ ഡാൻസ്, പാട്ടൊക്കെ സൈഡിൽ കൂടെ. പ്രൊഫഷണലി എനിക്കൊരു ആസ്ട്രോബയോളജി റീസർച്ചർ ആവണമെന്നാണ് ആഗ്രഹം. അതിലേക്കുള്ള ഒരു +2 ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇപ്പം തൽക്കാലത്തേക്ക് നമ്മുടെ ഒരു പാഷന് വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ ട്രെയിനിങ് ചെയ്യാണ്. ഇപ്പോൾ മിക്സ് ആയി പോകുന്നത് കരാട്ടെ ഒരിക്കലും ഒരു ബേർഡനായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ലൈഫ് സ്റ്റൈലാണ് കരാട്ടെ എന്ന് പറയുമ്പോൾ. നമ്മൾ ഇതിലേക്ക് വന്നതിന് ശേഷം കുറേ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ. ഇപ്പം ഞാൻ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ അത് പെർസീവ് ചെയ്യുന്നോ അതിലെ ഒരു വലിയ പങ്ക് വഹിച്ചേക്കുന്നത് കരാട്ടയാണ്. പിന്നെ എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ, അതായത് നമ്മുടെ ഫോക്കസ് കൂടുക, കോൺസെൻട്രേഷൻ കൂടുക, നമുക്കൊരു ഓർഗനൈസേഷൻ, നമ്മുടെ ലൈഫ് മൊത്തത്തിലൊരു ഓർഗനൈസേഷൻ ഉണ്ടാവുക, അതെല്ലാം കരാട്ടയിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അത് ഉറപ്പായിട്ടും ഞാൻ പറയും. കാരണം നമ്മൾ എല്ലാ ദിവസവും ന്യൂസിലും മീഡിയയിലും ഒക്കെ കാണുന്ന വിവരം തന്നെയാണ്. അതിപ്പോൾ പെൺകുട്ടികളെന്ന് മാത്രമല്ല കേട്ടോ, എല്ലാവരും. കരാട്ടെ ഒരു സെൽഫ് ഡിഫെൻസ് ആണല്ലോ നമുക്ക് മെയിൻ കരാട്ടയിലൂടെ. ഉറപ്പായിട്ടും നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു മാർഷൽ ആർട്ടാണ് കരാട്ടെ. കരാട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി ഫിറ്റ്നസ്, നമ്മുടെ അറ്റാക്കിങ്, അങ്ങനെയൊക്കെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് സൊസൈറ്റിയിൽ. പക്ഷേ അതിലെല്ലാം ഉപരി നമുക്കൊരു ഡിഫെൻസ്, നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിന് ഒരാൾ ഇൻവേഡ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെതിരെ നിൽക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ്, അതാണ് മെയിൻ. നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കതെങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളത് കരാട്ടെ ഉറപ്പായിട്ടും നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാവരും നിങ്ങളുടെ കരിക്കുലറിൻ്റെ സൈഡിൽ കൂടെ തന്നെ കരാട്ടെ എന്നുള്ള മാർഷൽ ആർട്ട് പഠിക്കുന്നതുകൊണ്ട് വളരെ നമ്മുടെ ലൈഫിൽ ഗുണകരമാവും. എന്താണ് ഈ വേൾഡ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിലേക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്? എന്നാണ് മത്സരം? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിങ്ങളുടെ പ്രതീക്ഷ? ഫസ്റ്റ് ഓഫ് ഓൾ വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്. സോ ഓൾമോസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോൾ ഒരു 68 കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് അത്രയും ടഫാണ് സംഭവം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ലൈക്ക് ഇത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നേരിടണം. ലൈക്ക് എത്രത്തോളം ആൾക്കാർ വന്നാലും വി ആർ ദ ബെസ്റ്റ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ വേണം നമ്മളതിനെ ഫേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ട്രെയിനിങ് അതേപോലെ തന്നെ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് വെച്ചേക്കുന്നത്. ലൈക്ക് മാക്സിമം ബെസ്റ്റ് കൊടുക്കാം, അതാണ് നമ്മുടെ ഹൈലൈറ്റ് ട്രെയിനിങ്ങിൻ്റെ ഫുൾ. പിന്നെ ഇപ്പോൾ ഇത് നടക്കുന്നത് August 1st to August 8th വരെയാണ് ഫുൾ ടൂർണമെൻറ്റ് നടക്കുന്നത്. അതിലിപ്പോൾ ഫസ്റ്റ് ഓപ്പണിംഗ് സെറമണി ഒക്കെയാണ്. പിന്നെ 2nd and 3rd ആയിട്ടാണ് ജൂനിയർ ടൂർണമെൻറ്റ് നടക്കുന്നത്. August 4th to 5th ആണ് സീനിയേഴ്സിൻ്റെ കാറ്റഗറി നടക്കുന്നത്. അപ്പോൾ അതിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ 6th, 7th, 8th ഒക്കെ ആയിട്ട് സെമിനാറാണ്. അതായത് അവിടുത്തെ മാസ്റ്റേഴ്സ്, ഹൈ മീൻസ് ഏറ്റവും പേര് അറിഞ്ഞേക്കുന്ന മാസ്റ്റേഴ്സ്
അവരായിട്ട് നമുക്ക് വേണ്ടി ക്ലാസ്സസും നടത്തുന്നു. അതാണ് അവിടുത്തെ ഒരു മെയിൻ പാക്കേജ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിലേക്കുള്ള എൻട്രി എങ്ങനെയാണ് ലഭിച്ചത്? ഇത് വല്ല മത്സരങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിലൊക്കെ? ഇതിൽ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മളെ കണ്ട് ആൾക്കാർ ഇവർ നോക്കി കണ്ട് സെലക്ട് ചെയ്യാന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പെർഫോമൻസും എല്ലാം ഒരു സിസ്റ്റമാറ്റിക് വേയിലുള്ള ഒരു സെലക്ഷൻ മെത്തേഡായിരുന്നു ഇത്. എത്ര വർഷമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നു? എങ്ങനെയാണ് ഇത് കരാട്ടയായിട്ടുള്ള ഒരു പാഷൻ? ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു 7 years ആയിട്ടുണ്ട്. പിന്നെ കരാട്ടയുമായിട്ടുള്ള പാഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ജസ്റ്റ് നമ്മൾ ഒരു ഫ്ലോയിൽ പോവാന്ന് പറയാം. സ്ഥിരം ഇപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ടയർഡായിട്ട് നിൽക്കുമ്പോൾ കിടന്ന് ഉറങ്ങുന്നേക്കാളും ബെറ്റർ ഇവിടെ ക്ലാസ്സിൽ വന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വരുവാണെങ്കിൽ ജസ്റ്റ് കരാട്ടെ മാത്രമല്ലായിരിക്കും, അവിടുത്തെ ആ കരാട്ടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരും അവിടുത്തെ മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, ഇവരൊക്കെ അത്രയും നല്ലൊരു എന്താ പറയുക ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആണ്. കരാട്ടിന് മെയിൻ തന്നെ വിചാരിച്ച ഇത് പറയുവാണെങ്കിൽ ഡിസിപ്ലിൻഡ് ആണ്, അതേപോലെ റെസ്പെക്റ്റ്ഫുൾ ആണ്. അപ്പോൾ ഈ റെസ്പെക്റ്റും ഡിസിപ്ലിനും ലവ് കെയർ ഇതൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിൽ വെച്ച്. അപ്പോൾ നമ്മൾ അതിനെ അന്വേഷിച്ചിട്ട് വരുന്ന ഒരു ഫീലിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനോടൊപ്പം കരാട്ടെ എന്നുള്ളൊരു മാർഷൽ ആർട്ടും ആ ഫ്ലോയിൽ പഠിച്ചുപോയി. ഇത് ജീവിതത്തിലൊരു ഗുണമാണ് അല്ലേ? പിന്നെ അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഡിസിപ്ലിൻ ഉണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇൻ കേസ് ലൈക്ക് ഒരു കോൺഫിഡൻസ് ലെവലും കൂടും. ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വരുവാണെങ്കിൽ പോലും നമ്മൾ പേടിച്ചു പോകത്തില്ല. ഇനിയിപ്പോൾ പേടിച്ചാൽ പോലും നമുക്ക് ആ ഒരു നാക്ക് കിട്ടും. ലൈക്ക് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് ആ ഒരു നാക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിലും കാലും നമ്മൾ എപ്പോഴാണ് ലൈക്ക് എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടത്, നമ്മുടെ എല്ലാ സെൻസസും ഓപ്പൺഡ് ആയിരിക്കും. ഇപ്പോൾ ഫൈറ്റ് പോലും ചെയ്യുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ചുറ്റും എത്ര ക്രൗഡ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഫുൾ ലൈക്ക് ആ ഒരു സിറ്റുവേഷനെ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിക്കും. മാക്സിമം മെഡിറ്റേഷനിലൂടെയൊക്കെ ആ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കുറച്ചധികം കിട്ടും. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഇപ്പോൾ കരാട്ടെ പഠിച്ചെന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു നല്ലൊരു ഭയങ്കര ബോഡി ഫിറ്റായിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ ചുമ്മാ സ്ട്രെങ്ത് പോയിന്റ്സ് അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതേപോലെ തന്നെ വീക്ക് പോയിന്റ്സ് ഞാൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് ടൈമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് പറ്റത്തില്ല. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്തേക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ എവിടെയാണ് വീക്ക് പോയിന്റ്. ഇനിയിപ്പോൾ ആളിൽ വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ ഒന്ന് സറൗണ്ടിങ്സിൽ എന്തെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായത് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. ഇപ്പോൾ ചിലപ്പോൾ ഒരു കല്ലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അത് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ മോസ്റ്റ്ലി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക പെട്ടെന്ന് ഒരു പേടി, ഒരു ഫിയർ ഉണ്ടാവാതിരിക്കുക എന്നുള്ളൊരു സംഭവം കൂടിയാണിത്. സെൽഫ് ഡിഫൻസ്. അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ കരാട്ടെ പഠിച്ചിട്ട് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ട്രെങ്ത്തിനെ നമ്മൾ ഓവർ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യാനല്ല യൂസ് ചെയ്യുന്നത്, മാക്സിമം ഡിഫെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഫൈറ്റിംഗ് അല്ല. ഫസ്റ്റ് നമ്മൾ ഓൾവേസ് സ്റ്റോക്ക് ചെയ്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെയും പറ്റില്ലെങ്കിൽ നമ്മൾ പിന്നെ ഡിഫെൻഡ് ചെയ്യും. അതും പറ്റില്ല, അതിനേക്കാളും മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നല്ല ഒരു മെച്ചുവേർഡായിട്ട് നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത് നമ്മൾ പഠിപ്പിക്കും. എന്താണ് ഇപ്പോൾ പഠിക്കുന്നത്? ഇനി എന്താണ് അടുത്ത എയിം? ഞാനിപ്പോൾ ആക്ച്വലി ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. സെന്റ് തെരേസാസ് കോളേജിൽ BA സോഷ്യോളജി പഠിക്കുന്നു. ഇപ്പോൾ എനിക്ക് മോസ്റ്റ്ലി ഇപ്പോൾ ലോയർ ആവാനാണ് താല്പര്യം. അപ്പം അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ അറിയാമല്ലോ. സാധാരണ രീതിയിലുള്ള കരാട്ടയും ഇതും തമ്മിലൊരു വ്യത്യാസം, ഈ അഭ്യാസം തമ്മിലുള്ള വ്യത്യാസം. ട്രഡീഷണൽ കരാട്ടയും സ്പോർട്സ് കരാട്ടയും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. രണ്ടും രണ്ട് വേയിലാണ് കഴിയുന്നത്. സ്പോർട്സ് കരാട്ടയ്ക്ക് കുറേ റൂൾസ് ഉണ്ട്. ഇപ്പം ഇന്ന പാർട്ടിൽ അറ്റാക്ക് ചെയ്യുള്ളൂ, അങ്ങനെ അതിനൊരു റൂൾസ് വെച്ചിരിക്കുന്നത് ഇഞ്ചുറി ഒഴിവാക്കുക എന്നുള്ളതാണ്. ട്രഡീഷണൽ കരാട്ട ഓൺലി സെൽഫ് ഡിഫെൻസ് ആയിട്ട്, ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിന് ഇഞ്ചുറി വരുന്ന പാർട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത്. ഈ ഡിഫറൻസ് ആണ് മെയിനായിട്ട് ട്രഡീഷണൽ കരാട്ടെ സ്പോർട്സ് കരാട്ടെ. ഒക്കിനാവ മെയിൻലി ട്രഡീഷണൽ കരാട്ടയാണ് ഫോളോ ചെയ്യുന്നത്. ബർത്ത് പ്ലേസ് ഓഫ് കരാട്ടെ അത് എങ്ങനെയാണോ ഉണ്ടായത് അത് തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള ട്രഡീഷണൽ കരാട്ടെ സ്കൂളാണ്. എവറി ഇയർ ഞങ്ങൾ ഒക്കിനാവയിൽ ട്രാവൽ ചെയ്തിട്ട് അവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ടീച്ചേഴ്സ് ഇവിടെ വന്നും ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പം ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടുന്ന് ടീം പങ്കെടുക്കുന്നത്. ഞാൻ 7ാമത്തെ പ്രാവശ്യമാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒക്കിനാവയിലേക്ക് പോകുന്നത്.